ഡീപ് സ്റ്റേറ്റ് അതിൻ്റെ ഒടുക്കത്തെ കളി കളിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അതെ, ലോകത്ത് നമ്മളിപ്പോൾ കാണുന്നത് പ്രാണൻ പോകുന്നതിന് മുമ്പുള്ള ഒരു പിടയലുണ്ടല്ലോ. ആ പിടയൽ വഴി എന്തെങ്കിലും തകർക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് ജോർജ് സോറോസ് നയിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജോർജ് സോറോസിനെ മാത്രമല്ല, അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഒബാമ, ബറാക്ക് ഹുസൈൻ ഒബാമ, അങ്ങനെ തന്നെ പറയണം, ഒബാമയാണ് ഇതിൻ്റെ കർട്ടനിലിരിക്കുന്നത്. മുൻ ചില പ്രസിഡന്റ്, അതിനു മുമ്പുള്ള പ്രസിഡന്റുമാരുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബൈഡൻ അവസാനത്തെ ആളാണ്. ഇവരുള്ള ഒരു നെക്സസ് ലോകക്രമം മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്. അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ബംഗ്ലാദേശിൻ്റെ കാര്യം അറിയാമല്ലോ. ബംഗ്ലാദേശിലൊക്കെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ നയമല്ല, ഇതല്ല ബംഗ്ലാദേശിൽ വേണ്ടിയിരുന്നത്. അവിടെ ഹിന്ദു കൂട്ടക്കൊല ഞാൻ അവസാനിപ്പിക്കും, ഹിന്ദുക്കളെ സംരക്ഷിക്കുമെന്നും ട്രംപ് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ ജനുവരി 20 കഴിഞ്ഞാൽ മുഹമ്മദ് യൂനിസിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ബംഗ്ലാദേശിൽ റിജീം ചേഞ്ച്, ഭരണമാറ്റം ഇനിയും ബംഗ്ലാദേശിൽ വരാൻ പോവാണ്. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് വളരെ കാര്യമായി ഇന്ത്യയിലും സമീപ രാജ്യങ്ങളിലും ലോകത്തെമ്പാടത്തും ഇടപെടുന്നതിൻ്റെ ജനുവരി 20 കട്ട് ഓഫ് ഡേറ്റാണ്. കാരണം ട്രംപ് പറഞ്ഞിരിക്കുന്ന താൻ 20-ാം തീയതി ഓട്ടോക്രാറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു, ഒരു ദിവസത്തെ ഏകാധിപതി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് 5 കാര്യങ്ങൾ പറഞ്ഞു. 5-ലൊന്ന് ഡീപ് സ്റ്റേറ്റിനെ തകർക്കുമെന്നാണ്. ഒറ്റ ദിവസം കൊണ്ട് തകർക്കാൻ പറ്റില്ല. പക്ഷേ അമേരിക്കൻ ഭരണകൂടം, അമേരിക്കയിൽ വേരൂന്നി ലോകത്താകെ വ്യാപിച്ചിരിക്കുന്ന ഡീപ് സ്റ്റേറ്റിനെ തകർക്കാനുള്ള പണി അമേരിക്കൻ പ്രസിഡന്റ് ജനുവരി 20 തുടങ്ങുമെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും ട്രംപിന് വിജയിക്കാൻ പറ്റരുത്. അതിനുള്ള ചില ഇടപെടലുകൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ട്, അത് റഷ്യയിൽ നടത്തുന്നുണ്ട്, ഉക്രൈനിൽ നടത്തുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ കാര്യം ഞാൻ വിശദമായി പറയും, റഷ്യയുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്നലെ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, അതായത് ഭൂഖണ്ഡാന്തര മിസൈൽ, 5600 കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ളതാണ് ഈ മിസൈൽ. അതെടുത്ത് റഷ്യ ഇന്നലെ ഉക്രൈനിൽ പ്രയോഗിച്ചു. അതിൻ്റെ പേര് RS-26 റൂബിസ് എന്ന് പറയുന്ന സോളിഡ് ഫ്യൂവൽ മിസൈലാണ് ഇവർ പ്രയോഗിച്ചത്. ഈ മിസൈലിൻ്റെ പ്രത്യേകത, അതിന് ന്യൂക്ലിയർ വാർഹെഡ് ഉപയോഗിക്കാൻ പറ്റും. അതായത് ആണവ കുന്തമുന, ഇതിൻ്റെ മുന എന്ന് പറയുന്നത് ആണവായുധം വെക്കാൻ പറ്റും. ആണവായുധം ഇല്ലാതാണ് സാധനം പോയത്. അപ്പോൾ ഒരു വാണിംഗാണ്. അതായത് ഇന്റർകോണ്ടിൽ 5600 കിലോമീറ്റർ വരെ പോകാൻ ശേഷിയുള്ള ഈ ആണവ പോർ മുന വഹിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ റഷ്യ പ്രയോഗിച്ചപ്പോൾ ഉക്രൈൻ നിലവിളിക്കുകയാണ്, ഞങ്ങൾക്കെതിരെ പുതിയൊരു ആയുധം പ്രയോഗിച്ചിരിക്കുന്നു, ഉടനെ ഇടപെടണമെന്ന് ലോകരാജ്യങ്ങളോട് ഉക്രൈൻ നിലവിളിക്കുകയാണ്. ഉക്രൈൻ ഞെട്ടിപ്പോയി. കാരണം ഹൈപ്പർസോണിക് മീഡിയം റേഞ്ച് മിസൈലുകൾ തങ്ങൾക്ക് നേരെ ഉക്രൈൻ അയച്ചു എന്ന് റഷ്യ പറഞ്ഞു. എന്നിട്ട് ഈ ICBM പ്രയോഗിച്ചിരിക്കുന്നത് ഡിൻപ്രോ സിറ്റി എന്ന് പറയുന്ന ഉക്രൈൻ മേഖലയിലേക്കാണ്. ഡിൻപ്രോ സിറ്റിയിലേക്കാണ് ഈ RS-26 എന്ന് പറയുന്ന ഈ ആണവായുധം വഹിക്കാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് വലിയ മാറ്റമാണ്. കാരണം ഞങ്ങൾ വേണമെങ്കിൽ നിന്നെ അറ്റാക്ക് ചെയ്യും. മാത്രമല്ല പുതിൻ പറഞ്ഞു, ഞങ്ങൾ ആണവ നയം മാറ്റി. ആണവായുധം ഇല്ലാത്തൊരു രാജ്യമാണെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആണവായുധമുള്ള രാജ്യം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെയുള്ള ആണവ യുദ്ധമായിട്ട് ഞങ്ങൾ കണക്കാക്കും, ഞങ്ങൾ അറ്റാക്ക് ചെയ്തു പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ആണവായുധം വഹിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ അങ്ങോട്ട് അയച്ചത്. കാരണം 300 കിലോമീറ്റർ അല്ലല്ല, 1000 ദിവസം കഴിഞ്ഞു, 33 ആഴ്ച കഴിഞ്ഞു ഈ യുദ്ധം തുടങ്ങിയിട്ട്, 33 മാസം കഴിഞ്ഞു യുദ്ധം തുടങ്ങിയിട്ട്. ഇതുവരെ ICBM റഷ്യ പ്രയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ട് പ്രയോഗിക്കേണ്ടി വന്നു? കാരണം റഷ്യയുടെ ഉള്ളിലേക്ക് എവിടെയും അയക്കാൻ പറ്റുന്ന ആർമി ടാക്റ്റിക്കൽ മിസൈൽ സംവിധാനം ഉപയോഗിക്കാൻ ബൈഡൻ അനുവാദം കൊടുത്തു. ബൈഡൻ അത് കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം നിയുക്ത പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, എൻ്റെ പ്രയോറിറ്റി ഈ യുദ്ധം അവസാനിപ്പിക്കലാണ്, ഞാൻ പറ്റിയാൽ 1 മണിക്കൂർ കൊണ്ട് ഒരു ദിവസം കൊണ്ട് യുദ്ധം തീർക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസിഡന്റ് നവംബർ 5-ാം തീയതി തെരഞ്ഞെടുക്കപ്പെട്ടു. അത് 20-ാം തീയതി ഓഫീസിൽ അസ്യൂം ചെയ്യാൻ പോവാണ്. അതിനിടയ്ക്ക് ഈ യുദ്ധം കൂടുതൽ വഷളാക്കുന്നൊരു നിലപാട്, കുഴപ്പമുണ്ടാക്കാൻ ഇപ്പോഴത്തെ കെയർടേക്കർ പ്രസിഡന്റ് മാത്രമാണ് ബൈഡൻ ചെയ്യാൻ പാടില്ല. അത് വളരെ ഗുരുതരമായ പിശക, ധാർമ്മികമായും രാഷ്ട്രീയമായും തെറ്റാണ്. കാരണം അടുത്ത ആൾ അന്നാ നീ ഒന്ന് ശരിയാക്കുന്നൊന്ന് കാണട്ടെ എന്ന തരത്തിൽ ഇത് കൂടുതൽ വഷളാക്കാനുള്ള അനുവാദം കൊടുത്തതിൻ്റെ പിന്നാലെ അമേരിക്കൻ മിസൈലുകൾ മാത്രമല്ല, ഫ്രാൻസിൻ്റെയും റഷ്യയുടെയും മിസൈലുകൾ വരെ, ഈ മീഡിയം റേഞ്ച് മിസൈലുകൾ റഷ്യക്ക് നേരെ ഇപ്പം ഉക്രൈൻ അയച്ചുകൊണ്ടിരിക്കുക. അതിന് മറുപടിയായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു യുദ്ധം എസ്കലേറ്റ് ചെയ്യുക, അങ്ങനെ ട്രംപ് അങ്ങനെ മിടുക്കനാവണ്ട എന്നുള്ളത് ഡീപ് സ്റ്റേറ്റിന് താല്പര്യമാണ്. അതിപ്പോൾ ആര് നടപ്പാക്കുകയാണ്? ബൈഡൻ നടപ്പാക്കുകയാണ്, അമേരിക്ക നടപ്പാക്കുകയാണ്. ലോകത്തെ സ്ഥിതികൾ എന്തൊക്കെയാണെങ്കിലും ഇത് പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നത്, ഞങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പോകുന്നതിന് മുമ്പ് മാരകമായി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇന്ത്യയിലെ കാര്യം നോക്കുക. ഇന്ത്യയിൽ അദാനിക്കെതിരെയുള്ള ആക്ഷേപം വരുന്നു. ആക്ഷേപം വന്നതിന് തൊട്ടു പിന്നാലെ കെനിയ
കെനിയയിൽ 30 വർഷം നീണ്ടു നിൽക്കുന്ന ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ പ്രൊജക്റ്റ് അദാനിക്കുണ്ടായിരുന്നു. അതെ. ഈ അദാനിയുടെ ഈ പ്രൊജക്റ്റ് കൂടാതെ കെനിയൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അദാനിക്ക് കൊടുത്തിരുന്നു. ഒരു 2 മാസമായി 2 മാസമായി കൊടുത്തുടനെ അവിടുത്തെ ചില തൊഴിലാളി സംഘടനകൾ അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന ഒരു സമരം തുടങ്ങിയിരുന്നു. ടാക്സിക്കാർ സമരം ചെയ്തത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് കെനിയൻ പ്രസിഡന്റ് ഇന്നലെ വില്യം റുട്ടോ ഈ കരാർ റദ്ദാക്കുന്നതായിട്ട് പറയുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് അവിടെ ഒരു ഇടപെടലുണ്ട്. ഇടപെടലുണ്ടായെന്ന് മാത്രമല്ല, അതിനുശേഷം വില്യം റൂട്ടോയുടെ ഒരു ചിത്രം പുറത്തു വന്നു. ഈ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം അദ്ദേഹം ഒരു കോട്ടൊക്കെ ഇട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നു. ഞങ്ങൾ കരാർ റദ്ദാക്കിയെന്ന്. ആ ചെറുപ്പക്കാരൻ്റെ പേര് അലക്സ് സോറോസ് എന്നാണ്, ജോർജ് സോറോസിൻ്റെ മകൻ. അത് ശരി. അപ്പോൾ അവരൊരു കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഈ സംഭവം. അതെ, അവർ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ്. ഇനി നോക്കൂ, നമ്മുടെ പാർലമെൻറ്റ് സെഷൻ തുടങ്ങാൻ പോവാണ്. ഈ പാർലമെൻറ്റ് സെഷനിൽ ഏറ്റവും നിർണായകമായി വരാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളാണ്. അതിന് തൊട്ട് മുമ്പ് അദാനിയെക്കുറിച്ച് ഒരു വ്യാജ ആരോപണം, അതായത് ഇന്ത്യയെ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ് അമേരിക്കയിൽ കേസെടുക്കുന്നു. ഇപ്പം നമ്മുടെ നേരത്തെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കൊണ്ട് കേസ് കൊടുക്കുന്നതുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു. അതിൻ്റെ ഒരു നെക്സസിൻ്റെ ഒരു ചിത്രം ഇപ്പോൾ കാണിക്കാം ഞാൻ. ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ആ ചിത്രം പ്ലേ ചെയ്യാം. അത് നോക്കൂ, ഒരിടത്ത് ഫണ്ട് മുടക്കാൻ സോറസ് ഉണ്ട്. ഈ ഫണ്ട് നേരെ ചെല്ലുന്ന ആരുടെ അടുത്താണെന്നറിയോ? ചുക്ക് ഷൂമർ എന്ന് പറയുന്ന അവരുടെ ഒരു സെനറ്ററിൻ്റെ അടുത്തേക്ക് ഇരുന്നു. വലിയ സ്വാധീനമുള്ള ആളാണ് അയാൾ. ബൈഡന് ശുപാർശ ചെയ്യുന്നു. അവരുടെ അറ്റോർണി ആയിട്ട് ബാർണർ പീസിനെ അറ്റോർണി ആക്കുന്നു. അപ്പം ജോർജ് സോറോസിൻ്റെ ഫണ്ട് ബൈഡന് ചെല്ലുന്നു. ബൈഡന് ചെല്ലുന്നു, ചുക്ക് ഷൂമർക്ക് ചെല്ലുന്നു. ചുക്ക് ഷൂമർ ഷൊർണർ പീസിനെ അറ്റോർണിയാക്കാൻ ശുപാർശ ചെയ്യുന്നു. ബൈഡൻ അംഗീകരിക്കുന്നു. ഈ അറ്റോർണി എന്ത് ചെയ്യുന്നു? ഉടനെ അദാനിക്കെതിരെ ഫയൽ ചെയ്യുന്നു. ടാർഗറ്റ് അദാനി. ഇതേസമയം സോറോസിൻ്റെ ഫണ്ട് അവിടെ നിന്ന് ഈ ചുക്ക് ഷൂമർക്കും ബൈഡനും ചെന്നതുപോലെ കറങ്ങി തിരിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് വരുന്നുണ്ട്. രണ്ടുപേരുടെയും ടാർഗറ്റ് ആരാണ്? അദാനി. അപ്പം ഒരേ സമയത്ത് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അദാനിക്കെതിരെ ആക്രമണം. അപ്പോൾ അദാനി ഇന്ത്യ ലോകത്ത് പലയിടത്തും നടന്നപ്പോൾ കെനിയയിലെ വിമാനത്താവളം അദാനി എടുത്താലും അതിൻ്റെ ആരാ ഉണ്ടാക്കുന്ന? ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യക്ക് നിർണായക സ്വാധീനമുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം നോക്കൂ. ബംഗ്ലാദേശ് നമുക്കെതിരെ വലിയ കലാപം ഉണ്ടാക്കി, ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്നു. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് കൊണ്ട് കിട്ടിയാൽ അദാനിയുടെ പവറാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അതെ. അദാനി പറയുന്നു, നീ കാശ് വന്നില്ല, ഞാൻ കറണ്ട് തരില്ല എന്ന് പറയുന്നു. ബംഗ്ലാദേശ് കുറച്ച് ദിവസം പാർഷ്യലായിട്ട് ഭാഗികമായി വൈദ്യുതി വിച്ഛേദിച്ചു. ബംഗ്ലാദേശ് ഇരുട്ടിലാവുന്നു. അപ്പോൾ ബംഗ്ലാദേശ് വലിയ സമ്മർദ്ദത്തിലേ. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ലോകത്തെമ്പാടത്തും ചെന്ന് കാര്യങ്ങൾ, ഇപ്പോൾ ചൈന വരുന്നില്ല, ചൈനയുടെ എല്ലാം ചൈനീസ് സർക്കാർ നേരിട്ടല്ല ചെയ്യുന്നത്. ലോകത്ത് പലയിടത്തും തുറമുഖങ്ങളിൽ ചൈന ഉണ്ടാക്കുന്ന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയല്ല ചെയ്യുന്നത്, അവിടുത്തെ കമ്പനികളാണ് ചെയ്യുന്നത്. ചൈനയുടെ തുറമുഖം എന്ന് പറഞ്ഞാൽ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അർത്ഥമില്ല, ചൈനയിലെ ഇൻവെസ്റ്റേഴ്സ് വന്ന് ചെയ്യുന്നതാണ്. അതുപോലെയാണ് ഇന്ത്യ ഒരു ഗ്ലോബൽ പ്ലെയറായിട്ട് ലോകതലത്തിൽ ഇന്ത്യ ഇടപാടുകൾ നടത്തി തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ത്യയുടെ വിമാനത്താവളമാണ് കെനിയയിൽ വരുന്നതെങ്കിൽ നാളെ നമ്മുടെ ഫ്ലൈറ്റിന് അവിടെ ഇറങ്ങാൻ പറ്റും. ഇന്ത്യയുടെ തുറമുഖമാണ് ചബഹാർ ഉൾപ്പെടെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വാർഷിപ്പിനവിടെ യുദ്ധക്കപ്പലുകൾക്ക് അവിടെ ചെല്ലാൻ പറ്റും. അപ്പോൾ ഇന്ത്യ ഒരു ഗ്ലോബൽ പ്ലെയറായിട്ട് മാറുമ്പോൾ ഇതിനെയൊക്കെ തകർക്കുക എന്നുള്ളത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ തന്ത്രമാണ്. അതിന് കൂട്ടുനിൽക്കുകയാണ് ആര്? രാഹുൽ ഗാന്ധി. അപ്പോൾ ഇങ്ങനെ ലോകത്ത് വല്ലാതെ ലോകക്രമത്തിൽ ഒരു വലിയ മാറ്റം ജനുവരി 20-ന് ശേഷം ഉണ്ടാകുമെന്ന് കാണുമ്പോൾ അതിനെ അട്ടിമറിക്കാനായിട്ടുള്ള വലിയ ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുന്നതിൻ്റെ ടൂളായിട്ട് രാഹുൽ ഗാന്ധി വീണ്ടും മാറുക. നമുക്ക് നോക്കൂ, നാളെ കഴിഞ്ഞിട്ട് പാർലമെൻറ്റ് തുടങ്ങുകയാണ്. പാർലമെൻറ്റ് തുടങ്ങുമ്പോൾ എന്തായിരിക്കും ബഹളം? അദാനി രാജിവെക്കണം. അപ്പോൾ മറ്റേ സാധനം പോയി. സഭാ ബഹിഷ്കരണം, ബഹളം, ഇടി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അദാനിക്കെതിരെ പറയുമ്പോൾ ഈ കോൺഗ്രസ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അദാനി കൊള്ളില്ല എന്നുള്ളത്. നോക്കൂ, ഈ കോൺഗ്രസ് ഭരിച്ച ഛത്തീസ്ഗഡ് സർക്കാർ, ഭൂപേഷ് ബാഗലായിരുന്നു മുഖ്യമന്ത്രി. 2500 കോടി രൂപയുടെ ഇടപാടുകൾ അദാനിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഇനി രാജസ്ഥാൻ ഗലോട്ട് മുഖ്യമന്ത്രിയായിരുന്നു. 65,000 കോടിയുടെ നിക്ഷേപമാണ് അദാനി അവിടെ നടത്തിയത്. സിദ്ധരാമയ്യ കർണാടകയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി, 1 ലക്ഷം കോടിയുടെ നിക്ഷേപം അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് സർക്കാരുകൾക്ക് നിക്ഷേപം സ്വീകരിക്കാം. കേരളത്തിൽ നോക്കൂ, വിഴിഞ്ഞത്തിന് വേണ്ടി ആരാറും നിക്ഷേപിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇടതുപക്ഷവും അദാനിക്ക് വേണ്ടി അദാനി എന്ന് ബഹളം വെക്കും. ഇവിടെ ആരാ വിഴിഞ്ഞം നടപ്പാക്കുന്നത്? പിണറായി വിജയൻ ആരുടെ കൂടെ ഇരുന്നിട്ടാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുന്നത്? അദാനിയുടെ കൂടെ. അദാനിയുടെ മകൻ വന്നിട്ടായിരുന്നു അല്ലേ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത? അദാനിയുടെ മകനാണ്. അദാനിയുടെ മകൻ്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്തിട്ടാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. തമിഴ്നാട്ടിൽ 4.5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ബംഗാളിൽ 35,00,000 കോടിയുടെ 35,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഈ പറഞ്ഞ പോലെ അദാനിയുമായി സഹകരിക്കുന്നു.
ഇത് ഞാൻ ഈ പറഞ്ഞ കണക്കുകളുണ്ടല്ലോ, ഈ ഛത്തീസ്ഗഡ് 2500 കോടി, ഗലോട്ടിൻ്റെ രാജസ്ഥാനിൽ 65,000 കോടി, സിദ്ധരാമയ്യ 1,00,000 കോടി എന്നൊക്കെ പറയുന്നത് ജൂലൈ 2021 മുതൽ ഫെബ്രുവരി 2022 വരെ അദാനി നിക്ഷേപിച്ചതാണ്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ സർക്കാരുകളുടെ സംസ്ഥാനങ്ങളിൽ അദാനി നിക്ഷേപിച്ചതാണ്. അപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് അദാനിയുടെ നിക്ഷേപം സ്വീകരിക്കാം. അദാനി പക്ഷേ പുറത്തു പോയി നിക്ഷേപം സ്വീകരിച്ചാൽ പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ്? അങ്ങനെയുണ്ട് രാജ്യത്തൊരിടത്തും ഒരു കോൺഗ്രസ് സർക്കാർ, ഗലോട്ട് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ വലിയ മുദ്രാവാക്യവും ബഹളമൊക്കെ ഉണ്ടാക്കിയത്, അതൊന്നും മൈൻഡ് ചെയ്യാതെ അശോക് ഗെഹ്ലോട്ട് അദാനിയെ വിളിച്ചുകൊണ്ട് പോയി നമ്മൾ കണ്ടല്ലേ. അദാനി അത് നാടിൻ്റെ എൻ്റെ സ്റ്റേറ്റിൻ്റെ വികസനത്തിന് പറ്റുന്ന ആളെ ഞാൻ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദാനിയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, 2 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ്. ഏതാണ്ട് 2.5 കോടി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ. 2 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഒറ്റ ദിവസം കൂട്ടത്. ആരുടെ കാശ പോയ, ആർക്കാ പണം പോയ? ഇന്ത്യയിലെ നിക്ഷേപകർക്ക്. അതായത് ഇന്ത്യൻ സമ്പദ്ഘടനയെ ടാർഗറ്റ് ചെയ്യുകയാണ് ആര്? ഡീപ് സ്റ്റേറ്റ്. അതിൻ്റെ പ്രചാരകരായിട്ട് ആര് മാറുന്നു? രാഹുൽ ഗാന്ധി മാറുന്നു. ഇതാണ് എന്തുകൊണ്ടാണ് അദാനി ഇത്രയും ഈ ഗവൺമെൻറ്റുകളെല്ലാം. ഇപ്പോൾ തെലങ്കാന ഗവൺമെൻറ്റിൽ ആരാണ്? രേവന്ത് റെഡ്ഡി, കോൺഗ്രസ് സർക്കാരല്ലേ. അദാനി ഫൗണ്ടേഷനിൽ നിന്ന് 100 കോടി രൂപ ഇപ്പോൾ മേടിച്ചത്. ഇപ്പോൾ റീസെൻ്റ്ലി സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെയൊക്കെ രാഹുലിന് പറഞ്ഞുകൂടെ, നിങ്ങൾ മേടിക്കുക, അദാനിയുടെ പൈസ എൻ്റെ കോൺഗ്രസ് സർക്കാരുകളൊന്നും വാങ്ങില്ല, അദാനിയായിട്ടൊരു സഹകരണം ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് സർക്കാരിനും ഉണ്ടാവത്തില്ല എന്ന് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നില്ല? അതായത് ഓരോ സർക്കാരും അവരുടെ വികസനത്തിന് വേണ്ടി ആ സംസ്ഥാനങ്ങൾ അദാനിയെ ആശ്രയിക്കുന്നു. പക്ഷേ അദാനി ഇന്ത്യക്ക് പുറത്തൊരു ഓപ്പറേഷൻ നടത്തിയാൽ വലിയ അഴിമതിയാണ്. ഇന്ത്യക്ക് പുറത്ത് അദാനി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് രാഹുൽ ഗാന്ധി എന്തിന് തടസ്സമുണ്ടാക്കുന്നു? അത്രയേ ഉള്ളൂ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ ഇന്ത്യയെ പോലെ ഇപ്പോൾ ഗ്ലോബലി ലോകത്തെമ്പാടും വലിയ നിക്ഷേപങ്ങളും മറ്റ് രാജ്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നവരാണ് ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്ക് വെല്ലുവിളിയായിട്ട് ഇന്ത്യ മാറുന്നത് രാഹുൽ ഗാന്ധിക്ക് വലിയ സങ്കടമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നിയമസാധുത ഇതിന് വലിയ ലീഗലി ഒരു വാലിഡിറ്റി ഇല്ല. കാരണം ഇപ്പം ഇത്ര വലിയ വാർത്തയായത് സ്റ്റോക്കിൽ ഇത്ര വലിയ തകർച്ച ഉണ്ടായതുകൊണ്ട്, 2 ലക്ഷം കോടിയുടെ തകർച്ച ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായത്. പക്ഷേ ഇതെന്താ നിസ്സാരമായ കേസ്? നേരത്തെ പറഞ്ഞ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ കോർട്ട് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട അതിന് പുല്ല് വിലയുള്ളൂ. അദാനിക്കെതിരെ അവിടുത്തെ ഒരു കോടതി വാറണ്ട് പുറപ്പെടുവിച്ചാൽ അത് ഇന്ത്യയിൽ അഴിമതി നടത്തി, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഈ സർക്കാരുകൾ, ഈ പറയുന്ന സമയത്തുണ്ടായിരുന്ന സർക്കാരുകളിൽ ഭൂരിപക്ഷം ആരാണ്? കോൺഗ്രസ് സർക്കാരുകളാണ്. അപ്പോൾ അവിടെ കൈക്കൂലി കൊടുത്തു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സർക്കാരുകൾ പറഞ്ഞില്ല? അന്ന് പറയണമായിരുന്നു. ഇനി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഭൂരിപക്ഷവും ഭരിക്കുന്നത് 18-19 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP ആണ്. അവിടെ അദാനി മോദിയുടെ ഏറ്റവും അടുത്ത ആളാണെങ്കിൽ അദാനി എന്തിനാ കൈക്കൂലി കൊടുക്കുന്നത്? സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ ഈ സിമ്പിൾ ലോജിക്കും അമേരിക്കയിൽ ഒരു പരാതി ഒരു കോടതി കൊണ്ട് കൊടുത്താൽ, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇല്ലിനോയ്സിലെയോ വിർജീനിയയിലോ ഒരു കോടതിയിൽ ഒരു പരാതി കൊടുത്താൽ അമേരിക്കൻ കോടതി അത് സ്വീകരിച്ച് കുറേ ഇതാണ് വാദമൊക്കെ ഇട്ടിട്ട് തള്ളിക്കളയും. അപ്പോൾ നമുക്ക് വേണേൽ അമേരിക്കൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടെ അയാൾ ചെയ്തത് ശരിയല്ല, ഉക്രൈനിൽ മിസൈൽ കൊടുത്ത് യുദ്ധം കൂടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പെറ്റീഷൻ വേണേൽ കോടതി കൊടുക്കാം. അത് കോടതി നിന്ന് വാർത്തയാക്കാം. കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ ജോ ബൈഡനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് കേസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അത് കോടതി എടുത്ത് നോക്കും. ചിലപ്പം കിട്ടുമ്പോഴേ അത് കൊണ്ടുവന്നെ തലക്കെട്ട് റെഡി കൊടുത്ത് ഓടിച്ചു വിടും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ഫയലിൽ സ്വീകരിക്കും. പക്ഷേ വാർത്ത ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുമ്പോൾ പറ്റുന്ന എന്താണ്? വലിയ വാർത്ത സംഘടിതമായി ഒരു ഓർക്കസ്ട്രേറ്റ് ചെയ്തൊരു വാർത്തയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ നിക്ഷേപകരൊക്കെ ഭയപ്പെടുന്നു പോകും, തലയും കുത്തി നമ്മുടെ ഓഹരി വീഴും. ഈ 2 ലക്ഷം കോടി രൂപ പോയാൽ അത് എവിടേക്ക് വരേണ്ട പണമാണ്? നമ്മുടെ രാജ്യത്ത് നിക്ഷേപകരുടെ കയ്യിലേക്ക് വരേണ്ട പണമാണ് അല്ലേ. അവരതുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും, കൂടുതൽ സാധനങ്ങൾ വാങ്ങും, ഈ മാർക്കറ്റിലേക്ക് കൊടുക്കും. അത്രയും പണം നഷ്ടപ്പെടുത്തി ഈ ദുഷ്ടനായ മനുഷ്യൻ കാരണം. അപ്പോൾ ജോർജ് സോറോസ് ഉണ്ടാക്കുന്ന അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ലോകത്ത് ഈ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പല സർക്കാരുകളെയും ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു അവസാനത്തെ പോകുന്ന പോക്കിൽ ഒരാണി അടിക്കാനുള്ള ശ്രമം നടക്കുന്നതിൻ്റെ ഇന്ത്യയിലെ ടൂളായിട്ട് രാഹുൽ ഗാന്ധി മാറുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട, രാഹുലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഗുണം കൂടിയുണ്ട്. എങ്ങനെയെങ്കിലും അടിയുണ്ടാക്കി ബഹളമുണ്ടാക്കി ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് വഖഫ് ബില്ല് പാസ്സാക്കാതിരിക്കാനുള്ള ഒരു ശ്രമം, അതൊന്ന് പിന്നിലേക്ക് തള്ളിക്കളയാനുള്ള ഒരു ആരോപണം. ഇനി കുറേ ദിവസം ആരോപണങ്ങളുടെ ബഹളമാണ്. എനിക്കിപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ പ്രേക്ഷകരെ ഓർക്കുന്നില്ലേ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ വന്നു. 400 സീറ്റോളം BJP കിട്ടുമെന്നായിരുന്നു. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൂടി. വോട്ട് എണ്ണി തുടങ്ങിയപ്പോഴത്തേക്ക്
കോൺഗ്രസിൽ ഇന്ത്യ മുന്നണി പതുക്കെ മുന്നോട്ട് വരുന്നു എന്നായപ്പോഴത്തേക്ക് ഓഹരി തകർന്നു വീണു. 3 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ഈ എക്സിറ്റ് പോളുകൾ അമിത്ഷായും മോദിയും കൊണ്ട് വ്യാജമായിട്ടുണ്ടാക്കിയതാണ്. അവരുടെ 3 ലക്ഷം കോടി കൊള്ളയടിച്ചു. CBI അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ് ഈ ചങ്ങായി ഒരു പത്രസമ്മേളനം നടത്തിയല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് NDA സർക്കാർ തിരിച്ചു വന്നു, വീണ്ടും ഓഹരി മുകളിലോട്ട് കയറി. പിന്നെ ഇയാൾ വാ തുറന്ന് ആ 3 ലക്ഷം കോടിയുടെ എക്സിറ്റ് പോൾ സ്കാമിനെ കുറിച്ച് മിണ്ടിയിട്ടുണ്ടോ? ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആളുകളെ പറ്റിക്കാൻ വേണ്ടി തുനിഞ്ഞിറക്കുക. ഈ അന്താരാഷ്ട്ര ഏജൻസികളുടെ കയ്യിലെ കളിപ്പാവയായി രാജ്യത്തെ തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായി പറയാം, ജോർജ് സോറോസ് മുതൽ ഒബാമ വരെ പിന്നീട് ബൈഡൻ വരെ നീണ്ടു കിടക്കുന്ന ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇന്ത്യയിലെ കണ്ണി ആരാണ് എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷമായി നിൽക്കുന്ന പൊളിറ്റിക്കൽ ഫേസ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഡീപ്പ് സ്റ്റേറ്റ് ജനുവരി 20 മുമ്പ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ രാജ്യത്ത് ഇന്ത്യക്ക് അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് വളരെ നിർണായകമാണ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്ന ജനുവരി 20 വരെയുള്ള സമയം. ഡീപ്പ് സ്റ്റേറ്റ് എന്തും ചെയ്യും. അത് ചിലപ്പം തീവണ്ടി അട്ടിമറികളായിരിക്കാം, വിമാനം തട്ടിക്കൊണ്ടുപോകലായിരിക്കാം, അല്ലെങ്കിൽ അതിർത്തിയിൽ നിന്നുള്ള ആക്രമണമായിരിക്കാം. എന്തും പ്രതീക്ഷിക്കണം ജനുവരി 20 വരെ. ജനുവരി 20 ശേഷം ലോകക്രമം മാറുകയാണ്. രാഹുൽ ഗാന്ധിയുടെയൊക്കെ കത്തിയിൽ തീരാനും പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.